വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിനൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ രാവിലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. 10 മിനിറ്റ് മതി. കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു ടൊമാറ്റോ റൈസ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ മന്തിക്കും കപ്സക്കൊക്കെ യൂസ് ചെയ്യുന്ന സെല്ല ബസ്മതി റൈസാണ്. ഈ റൈസ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ടൊമാറ്റോ റൈസ് ഒന്നും അങ്ങനെ ഉടഞ്ഞൊന്നും പോല, നല്ല വേറിട്ട് തന്നെ നമുക്ക് കിട്ടും. നീളത്തിലുള്ള അരിയാണിത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് ഒരു 2-3 തവണ കഴുകിയിട്ട് ഇത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അത്രയും സമയം ഇത് വെള്ളത്തിൽ അകത്തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വലിയുള്ളിയാണ്. ഒരു മീഡിയം വലിപ്പമുള്ള വലിയുള്ളി, ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു കരിവേപ്പിലേൻ്റെ തണ്ട്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. 3 ലിറ്ററിൻ്റെ അലുമിനിയം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവിൻ നെയ്യാണ്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു വറ്റൽമുളക്, കുറച്ച് ഏലക്കായ, കുറച്ച് ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കി ചൂടാക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉള്ളി, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. ഇതൊരു മീഡിയം സൈസുള്ള ഒരു ഉള്ളിയാണ്. ഇത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് പൊടികളായിട്ട് ഇതിലേക്ക് വേണ്ടത്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. നുറുക്കി വെച്ചിട്ടുള്ള തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് റൈസിലേക്ക് ഉടഞ്ഞിട്ട് നമുക്ക് ആ ഫ്ലേവറൊക്കെ ശരിക്കും കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിലും നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഇട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. അതിൽ മെയിനായിട്ടുള്ളൊരു സാധനമാണ്, വേറെ ഒന്നുമല്ല, ടൊമാറ്റോ പേസ്റ്റാണ്. കടകളിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടൊമാറ്റോ പേസ്റ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലും ടൊമാറ്റോ പേസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ 70 ഗ്രാമിൻ്റെ ഒരു സാഷയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ 3 വലിയ ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി ഞാൻ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അരി നമ്മൾ സെപ്പറേറ്റ് വേവിച്ചിട്ടൊന്നല്ല ഇതിലേക്ക് ചേർക്കുന്നത്, ഡയറക്റ്റ് ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരി ഇതുപോലെ കുതിർത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന വെള്ളം എന്ന് പറയുന്നത് 1.5 കപ്പാണ്. 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. നേരത്തെ നമ്മൾ അരി എടുത്ത അതേ മെഷറിംഗ് കപ്പ് തന്നെ 1.5 കപ്പ് നല്ല തിളച്ച വെള്ളം മെഷർ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. അതിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരി ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചാൽ മാത്രം മതി. വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്ന് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആവിയൊക്കെ ഞാൻ പുറത്തേക്ക് കളയുകയാണ് ചെയ്തത്. കൂടുതൽ സമയം വെച്ചാൽ ഇത് വെന്തടിഞ്ഞു പോവും. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ അരിയൊക്കെ നന്നായിട്ട് അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് ആദ്യം തുറക്കുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് വെള്ളമുള്ള പോലെ തോന്നും. പക്ഷേങ്കിൽ അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വേറിട്ട് തന്നെ കിട്ടുന്ന പാകത്തിലായി കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.